തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് ഈവനിംഗ് വിത്ത് മാധു സജിയിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസമുണ്ടായിരിക്കുന്നു. ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചയിൽ പുരോഗതിയെന്നും ചർച്ചകൾ തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് എങ്കിൽ GCC മുഴുവനും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കും എന്നുള്ളതായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ട്രംപിനെ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്താണ്? മധു, അക്കാര്യം കൂടുതൽ വിശദമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയുണ്ടാക്കി തുടർന്നുകൊണ്ടിരുന്ന യുദ്ധത്തിന് ഒരു താൽക്കാലികമായ വെടിനിർത്തൽ അല്ലെങ്കിൽ ഭാഗികമായ വെടിനിർത്തലാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ട്രംപ് പറഞ്ഞത് 2 ദിവസമായി ഇറാനിയൻ അധികൃതരുമായി ഇറാനുമായി നിരന്തരമായ ചർച്ചയിലാണ്. അതിൻ്റെ ഭാഗമായി 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറുകളെയും ആക്രമിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. മാത്രമല്ല, ഈ 5 ദിവസം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഏകപക്ഷീയമായാണ് ട്രംപ് ഇപ്പോൾ ഒരു കീഴടങ്ങുന്ന സ്വരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുവരെ ഇറാൻ ഈ ചർച്ചകളോട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. നേരത്തെ മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാനും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നു വരുന്നതായി ഒരു മാധ്യമങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല, അമേരിക്ക ഇത്തരത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും സമാധാനവുമായി ബന്ധപ്പെട്ടും സംസാരിക്കുമ്പോഴെല്ലാം ഇറാൻ പറഞ്ഞു വരുന്നത് പൂർണ്ണമായ യുദ്ധവിരാമം, അവരുടെ ആവശ്യങ്ങൾ, അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതെല്ലാം പാലിക്കുന്നതുവരെ ഒരു തരത്തിലുള്ള സമവായത്തിനുമില്ല, തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു. മാത്രമല്ല, 48 മണിക്കൂർ അൾട്ടിമേറ്റ് നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ 48 മണിക്കൂർ അവസാനിക്കാൻ പോവുകയാണ്. ഇതുവരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല, ഇസ്രായേലിനും അമേരിക്കയ്ക്കും അതുവഴി കടന്നു പോകാൻ സാധിക്കില്ല, അവരോടുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് ഇറാൻ ഇതുവരെ പിന്നാക്കം പോയതായി ഒരറിയിപ്പും നൽകിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള സമ്മർദ്ദം, അതിനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ള രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ്, ഒരു പോസ്റ്റാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും ലോകത്തിന് അത് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്നതാണ്. നമുക്കറിയാം, ഇന്നടക്കം വലിയ രീതിയിലുള്ള ഓയിൽ വില വർധനയാണ്, എണ്ണ വില വർധനയാണ് ലോക മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഈ ഒരു യുദ്ധത്തെ ഒരു സാമ്പത്തിക യുദ്ധം കൂടിയാക്കി മാറ്റി ഹോർമുസ് കടലിടുക്കിനെ ഉപയോഗിച്ച് ഇറാൻ കളിച്ച കളിക്ക് മുന്നിൽ ട്രംപിന് തലകുനിക്കേണ്ടി വരുന്നു എന്ന് തന്നെ ഈ നിമിഷം നമുക്ക് പറയേണ്ടി വരും. എന്ത് തന്നെയായാലും ട്രംപ് ഏകപക്ഷീയമായി ഒരു വെടിനിർത്തൽ, ഒരു താൽക്കാലികമായ ഭാഗികമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത്. മാധു, ഒരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റുന്ന പറയുമ്പോൾ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളെ അത് നേരിട്ട് തന്നെ അഫക്ട് ചെയ്തു തുടങ്ങി. ആദ്യഘട്ടത്തിലെ പോലെ പരോക്ഷമായിട്ടൊന്നുമല്ല, നേരിട്ട് തന്നെ അഫക്ട് ചെയ്തു തുടങ്ങി. ഇന്ന് നോക്കൂ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ച നോക്കൂ, നമ്മുടെ വിപണികളിൽ പ്രതിഫലിക്കുന്നത് നോക്കൂ. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് സുഗമമായ ചരക്ക് ഗതാഗതം ഉണ്ടാവുക എന്ന് പറയുന്നത് നിലവിൽ എത്രത്തോളം പ്രാവർത്തികമായ ഒന്നാണ്? മാധു, അത് തന്നെയാണ് പ്രശ്നം. ഈ കളിയിൽ ആദ്യം തന്നെ US മാധ്യമങ്ങളാണ്, CNN അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത തുടക്കത്തിൽ തന്നെ. എങ്ങനെയായിരിക്കും ഇറാന്റെ തിരിച്ചടി എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു യുദ്ധ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. ഈ തരത്തിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇന്ധന പ്രതിസന്ധി മറികടക്കേണ്ടത്, ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും, അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യത്തിൽ ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൈസേഴ്സിന് പോലും കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനർത്ഥം ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്നു, അതോടുകൂടെ ഇറാൻ തകരും എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു അമേരിക്കൻ ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ളതാണ്. പക്ഷെ അതല്ല സംഭവിച്ചത്. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു, അമേരിക്കയുടെ മേഖലയിലുള്ള സകലമാന വ്യോമതാവളങ്ങളെയും നാവിക താവളങ്ങളെയും ആക്രമിക്കുന്നു. മാത്രമല്ല, അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉള്ള
കേന്ദ്രങ്ങൾ മുഴുവൻ ആക്രമിക്കുന്നു. ഈ തരത്തിലേക്ക് മുന്നോട്ട് പോയതോടു കൂടിയാണ് ട്രംപിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടത്. അത് തന്നെയാണ് വിപണിയിൽ ഇത്രത്തോളം ഇത് പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലടക്കം വലിയ രീതിയിലാണ് വാതക പ്രതിസന്ധി നേരിടുന്നത്. അത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഇത് നീണ്ടുപോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, വലിയ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും എന്നുള്ളത്. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും അവസ്ഥ ഇതാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഈ തരത്തിൽ അവിടേക്ക് വാതകങ്ങൾ ഖത്തറിൽ നിന്നും ഇറാനിൽ നിന്നടക്കമുള്ള വാതകങ്ങൾ ചൈനയിലേക്കും പോയില്ല എങ്കിൽ ലോക സാമ്പത്തിക ഘടനയെ ഇത് കൂടുതൽ ബാധിക്കുമെന്നുള്ളതാണ്. യൂറോപ്പിൽ അവരുടെ ജനജീവിതത്തെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാമ്പത്തിക സ്തംഭനാവസ്ഥ ലോകത്ത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നിപ്പോൾ ദക്ഷിണ കൊറിയ ആവശ്യപ്പെട്ടിരിക്കുന്നു ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു ഗതാഗതത്തിന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ കൊറിയയുടെ കറൻസി 17 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോവുകയാണ്. നമ്മുടെ കറൻസിയിൽ ഇന്നുണ്ടായ പ്രതിഫലനവും പ്രത്യാഘാതവും എന്താണ് എന്നതും അറിയാമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ലോകരാഷ്ട്രങ്ങളെ മുഴുവനും ബാധിക്കുകയാണ്. ഈ മേഖലയിലുള്ള നമ്മുടെ സ്ഥിരമായ പ്രശ്നങ്ങളിൽ ഫലവത്തായ ചർച്ച മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അമേരിക്ക അവകാശപ്പെടുമ്പോൾ അതിലെ സമ്മർദ്ദം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും മാധു, ഇത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അവർ നിർബന്ധിതരായി എന്ന് പറയേണ്ടി വരും. ലോകരാജ്യങ്ങളുടെ ഒന്നും മതിയായ ഒരു പിന്തുണയോ ഒന്നും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല. അവർ ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനം അവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന നിലയിലേക്ക് ലോകരാജ്യങ്ങൾ നിലപാടെടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ചില രാജ്യങ്ങൾ ഇറാനിൽ അമേരിക്ക നടത്തിയത് കടന്നാക്രമണമാണെന്നും അവരുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമുള്ള കുറ്റപ്പെടുത്തൽ വരെ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി അമേരിക്കയുടെ തലയിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അറിയാതെ തന്നെ അമേരിക്ക ഇതിലൊരു ഡീലിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അവരുടെ പ്രതികരണം പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല. അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവിനെ അടക്കം അങ്ങോട്ടേക്ക് കയറി കൊലപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ മറുപടി നൽകുന്നതുവരെ തങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് കൃത്യമായി തന്നെ ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു ഗതാഗതം നിലച്ചതോടുകൂടി എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് പോലും, നമ്മുടെ അടുക്കളയിൽ പോലും യുദ്ധത്തിന്റെ തീവ്രത അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാചകവാതക കണക്ഷൻ കിട്ടാതെ ഹോട്ടലുകളൊക്കെ അടച്ചിടുന്ന സ്ഥിതി. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്കടക്കം അതിന്റെ തീവ്രത ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കോവിഡ് കാലത്തിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു ദീർഘകാല പദ്ധതി തന്നെ ഇതിനാവശ്യമായി വരും. അങ്ങനെ എല്ലാ സമസ്ത മേഖലകളെയും ഇത് വ്യാപിച്ചു തുടങ്ങി. അത് എല്ലാ രാജ്യത്തും അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ആയുധം താഴെവെക്കാൻ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ മാത്രമല്ല 5 ദിവസത്തേക്കാണ് ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്നൊരു തീരുമാനം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇറാനിലെ ബുഷൈർ ആണവ കേന്ദ്രത്തിന് സമീപം അങ്ങേയറ്റം അപകടകരമായ ഒരു ആക്രമണം ഉണ്ടായിരുന്നു US-ന്റെ ഭാഗത്തു നിന്ന്. അതിനെ ലോകരാജ്യങ്ങളും സംഘടനകളും ഒക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ സമ്മർദ്ദമുണ്ട്. തീർച്ചയായും നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ഉടൻ തന്നെ അവർ മറുപടിയും നൽകിയിരുന്നു. അത് ഇസ്രയേലിനെയും അമേരിക്കയും ഒരുപോലെ ഞെട്ടിച്ചതുമാണ്. ഇറാന്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി അവർ കരുതിയതിൻ്റെയും ഇരട്ടിയിലധികമാണ് എന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ ആണവ പരിശീലന കേന്ദ്രങ്ങൾ പൂർണ്ണമായും തച്ചു തകർക്കും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 48 മണിക്കൂർ ഇറാൻ അന്ത്യശാസനം നൽകുന്നു, ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്നാണ്. ആ അന്ത്യശാസനം എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ഇറാൻ വഴങ്ങിയിട്ടില്ല. ഇറാൻ അപ്പോഴും പറഞ്ഞത് തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമൂസിലൂടെ ചരക്ക് ഗതാഗതം നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ശത്രു രാജ്യങ്ങൾക്ക് ഇപ്പോഴും ആ അനുമതിയില്ല. ആ അനുമതി കൊടുത്തു എന്ന് ഇറാൻ ഇപ്പോഴും എവിടെയും പറഞ്ഞിട്ടില്ല. ഫൈസൽ ഹംസയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.